ഹലോ ഗൈസ്, ഇന്നും തുടരും കേട്ടോ. ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട്. നമ്മുടെ ലക്ഷ്യസ്ഥാനം നിൽക്കുന്നത് അവിടെ തന്നെ കോൺക്രീറ്റ് തൂണാണ്. ഇന്നലെ പൂർണ്ണമായിട്ടും പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കാരണം നല്ലൊരു ടാസ്ക്കുള്ള വർക്കാണിത്, ചെറിയൊരു വർക്കൊന്നുമില്ല. വളരെ ശ്രദ്ധയോടുകൂടിയും വളരെ മെൻ പവറോടുകൂടെയും വളരെ എഫേർട്ട് എടുത്ത് ചെയ്യേണ്ട, ബുദ്ധിപരമായിട്ടും എല്ലാ നിലക്കും ചിന്തിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പക്ഷേ ഇവരുടെ ഇതിൽ ചെറിയ സമയം കൊണ്ട് തീർക്കുക എന്നുള്ളൊരു പ്ലാനായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ അത് ഏതായാലും നടന്നിട്ടില്ല. ഇത് 2 പാർട്ടായതുകൊണ്ടുള്ളൊരു പ്രയാസമുണ്ട്. അതാണ് ഇവിടെ നേരിട്ടത്. ഇന്നലെ ഏകദേശം രാവിലെ 8 മണിക്ക് 8:30 മണിക്ക് സ്റ്റാർട്ടപ്പ് ആയെങ്കിലും അത് പിന്നീട് ഇവിടെ എത്തിയപ്പോൾ, ഈ ഒരു സെക്ടറിൽ എത്തിയപ്പോഴാണ് ബ്ലോക്കായത്. കാണിച്ചു തരാം. ഈ വീല് കാണുന്നില്ലേ? ഇതേ ഒരു സ്ഥിതിയാണ് ഫസ്റ്റ് വീല് ഇവിടെ എത്തിയപ്പോൾ ഉണ്ടായത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ വെയിറ്റ്, അതിൻ്റെ പുറമെ അവിടെ ഇവിടെയും ഒരേമാതിരി കിട്ടിക്കോളുന്നില്ലല്ലോ. നമ്മൾ വിചാരിക്കുമ്പോൾ സംഗതി വർക്കൊക്കെ അവർ കറക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും സത്യത്തിൽ അതേപോലെ കിട്ടിക്കോളുന്നില്ല. അത് ഫിസിക്കലായിട്ടുണ്ട് വരുമ്പോൾ ചില വിഷയങ്ങൾക്ക് അങ്ങനെയാണല്ലോ, നമ്മൾ വിചാരിക്കുമ്പോൾ എല്ലാം നടന്നോളുന്നില്ല. അതിൻ്റേതായിട്ടുള്ളൊരു സാങ്കേതിക ബുദ്ധിമുട്ട് അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ബുദ്ധിമുട്ടുണ്ടായെന്ന് മാത്രമല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഏതായാലും ഒരു ഭാഗം സുരക്ഷിതമായിട്ട് സേഫായിട്ടുണ്ട്. ഒരു ഭാഗം കറക്റ്റ് പറഞ്ഞതുപോലെ തന്നെ സേഫായ സ്ഥലത്ത് കയറിയിരിക്കുന്നുണ്ട്. മറ്റേ തല മാത്രമാണ് ഈ കയറാനുള്ളത്. ഏതായാലും അതിൻ്റെ വർക്ക് ഇന്നും പുരോഗമിക്കും. ഇന്നലെ രാവിലെ തുടങ്ങി അർദ്ധരാത്രി വരെ ഏതായാലും വർക്ക് ഇവിടെ നടന്നിട്ടുണ്ട്. ഒരുപാട് സ്റ്റാഫുകൾ ഒരുമിച്ച് ചെയ്യുന്ന വർക്കല്ലേ. അപ്പോൾ എല്ലാവർക്കും റെസ്റ്റ് വേണം, ഫുഡ് വേണം. അവർക്ക് ഇന്നലെ ഫുള്ള് എല്ലാവരും എഫേർട്ട് എടുത്തിട്ടുള്ളതാണ്. റെയിൽവേ ഉദ്യോഗസ്ഥന്മാരും KNRCയും എല്ലാവരും, പോലീസുകാരടക്കം ഇന്നലെ അർദ്ധരാത്രി വരെ അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ആ വർക്ക് തുടരും. അതാണ് ഇവിടുന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ട്രെയിൻ ഗതാഗതത്തിന് ഇന്നും നിയന്ത്രണം ഉണ്ട് കേട്ടോ. ഇൻ്റർസിറ്റിയൊക്കെ ഒന്ന് ലേറ്റായിട്ടാണ് പോയിട്ടുള്ളത്. ഏതായാലും കാര്യങ്ങൾ ഭംഗിയായി നടക്കട്ടെ എന്ന് ആശിക്കാൻ നമുക്ക് എല്ലാവർക്കും. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഒരുപാട് കണ്ടില്ലേ, ഇത്രത്തോളം ഇനിയൊരു 10-20 മീറ്ററോളം 20 മീറ്ററോളം 20-15 മീറ്ററോളം വേണം ഇതും കൊണ്ട് പൂർണ്ണസ്ഥിതിയൊക്കെ എത്താൻ. കണ്ടില്ലേ, ഇതാ നിൽക്കുന്നല്ലേ, ഇത് ഒറിജിനൽ പാലം. ഈ സിൽവർ കളർ കാണുന്നത് ഒറിജിനൽ പാലാണ്. ഈ സിൽവർ ഇത് കറക്റ്റ് ആ കോൺക്രീറ്റ് തൂണിൻ്റെ അവിടെ നിന്നുണ്ട് ഈ കോൺക്രീറ്റ് തൂണ് വരെ ഉണ്ട്, അത്രയും വലുപ്പമുണ്ട്. അപ്പോൾ അതിന് സപ്പോർട്ടായിട്ട് ഇതൊരു പ്രത്യേക തരത്തിലുള്ള മൂവിങ്ങിലൂടെ ഹൈഡ്രോളിക് ഉപയോഗിച്ചുകൊണ്ടാണ് അത് കൊണ്ടുവരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ വെയിറ്റ് പകുതിയുടെ അപ്പുറം തന്നെ 3/4 ഭാഗത്തോളം ഈ ട്രാക്കിൽ നിർത്തിക്കൊണ്ട് തന്നെ ഇങ്ങോട്ട് സേഫാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു എക്സ്ട്രാ ഫിറ്റിങ്സ് ഒരു വർക്ക് അവിടെ നടത്തിയിട്ടുള്ളത്. അപ്പോൾ അത് ഏകദേശം കൊണ്ട് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ഇന്നലെ ഒരു 1 മണിയോട് കൂടെ അതും കൊണ്ട് എത്തി. പിന്നെ രാത്രിയിലാണ് ഇത് സേഫാക്കിയത്. സേഫാക്കാതെ ട്രാക്കിലൂടെ വാഹനങ്ങൾ ട്രെയിൻ പോകണതല്ലേ, സേഫാക്കാതെ അത് ഇട്ട് പോകാനും പറ്റില്ല. അപ്പോൾ ഇന്നലെ ആ പണി കഴിച്ചാൽ അവർ പോയിട്ടുണ്ട്. ഇനി ബാക്കി വർക്ക് സ്റ്റാർട്ടപ്പ് ആവും. പിന്നെ പറഞ്ഞതുപോലെ തന്നെ എല്ലാ സ്ഥലത്തും 4 സ്ഥലത്തായിട്ട് ഇതുപോലത്തെ ഒരു പാലം ഉണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. NH-66 വർക്കിൽ അത് അവിടെയൊക്കെ നല്ല 2 ട്രാക്ക് ഉണ്ടാവുള്ളൂ. ഒന്ന് പോണതും ഒന്ന് വരുന്നതും. തെക്കോട്ടും വടക്കോട്ടുള്ള 2 ട്രാക്ക് ഉണ്ടാവുക. അപ്പോൾ അതിലെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര അകലുണ്ടാവില്ല, ചെറിയൊരു അകലല്ലേ വരുള്ളൂ. ഇതിവിടെ 4 ട്രാക്കും ഉണ്ട്. പിന്നെ പ്ലാറ്റ്ഫോമും കൂടി ഉൾക്കൊള്ളുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം നീളമുണ്ട്. അത്യാവശ്യം നീളമുള്ളത് കൊണ്ട് തന്നെ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ അത്രയും സ്പേസ് വേണം, അത്രയും ലെങ്ത്ത് വേണം. അപ്പോൾ അതൊക്കെ വളരെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ട കാര്യമാണ്. ഇന്നലെ രാവിലെ 8:30 മണിക്ക് സ്റ്റാർട്ടപ്പ് ആക്കിയെങ്കിലും ഇന്നലെ രാത്രി ഏകദേശം 2 മണിക്ക് ആയിട്ടുണ്ടാവും. അർദ്ധരാത്രിയോട് കൂടിയത്. പിന്നെ ഇവിടെ അങ്ങോട്ട് സേഫാക്കിയിട്ട് അവർ പോയിട്ടുണ്ടാവുക. കാരണം അല്ലേ, ഇവിടെ സേഫാക്കി വെക്കാതെ കയറിട്ട് കെട്ടി വെച്ചിരിക്കുകയാണ് എന്തെങ്കിലും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. കാരണം അത് പറയാൻ പറ്റില്ലല്ലോ, വെൽഡിങ്ങും നെട്ടും ബോൾട്ടൊക്കെയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇന്ന് ഇത് ബാക്കി പൂർത്തിയാവണം. ഈ ഭാഗം ഇവിടെ എത്തിയിട്ടുള്ളൂ കേട്ടോ. ഈ ഭാഗം എപ്പോഴും തൂണിലേക്ക് എത്തിയിട്ടില്ല, എത്തേണ്ടതുണ്ട്, എത്തിക്കോളും. കണ്ടില്ലേ, ഇത്രയും ഭാഗം ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട്.